ഇന്ന് നമുക്ക് പുതിയൊരു സ്തുതി പരിചയപ്പെടാം. വളരെ ചെറിയൊരു ഗണപതി സരസ്വതി സ്തുതി മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു പാട്ട് ഇന്നിവിടെ പരിചയപ്പെടാം. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് വട്ടത്തിൽ ജസ്റ്റ് അവിടെ അങ്ങനെ ഇത്രയും മതി. എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. 1 2 ഒപ്പം കളിച്ചോളൂ. 1 2 3 4 5 6 7 8 9 ആ ചവിട്ടിക്കാലിന് 10 11 ഇത്രയാണ് സ്റ്റെപ്പ് വരിക. അതായത് 11 സ്റ്റെപ്പുകളാണ് എപ്പോഴും ഈ ഓമനക്കുട്ടൻ പോലെ. ആ ട്യൂണുണ്ടല്ലോ, ആ ട്യൂൺ ശരിക്കും ആദിതാളത്തിൽ കളിക്കാൻ പറ്റില്ല. ഒന്നുകിൽ 8 4 12 16 അതാണല്ലോ താളം വരിക. പക്ഷേ ഇത് 11 വരിക. അപ്പോൾ ഇതിൻ്റേതായ ട്യൂണാണ്, ഇതിൻ്റേതായ സ്റ്റെപ്സുകളേ പറ്റുള്ളൂ. ഏത് സ്റ്റെപ്പ് എടുത്താലും ഓമനക്കുട്ടൻ കളിക്കാൻ പറ്റില്ല. അതായത് 4 ചുവടുള്ള ഒറ്റ സ്റ്റെപ്പും ഓമനക്കുട്ടൻ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടെ ഇനി കാണിച്ചു തരാം. 1 ആ ചവിട്ടിയിട്ട് ഈ ചവിട്ടിയ കാല് ജസ്റ്റ് നമ്മൾ നീക്കി വയ്ക്കും. 1 2 കൈ കമിഴ്ത്തി 3 ഈ 3 സ്റ്റെപ്പും നന്നായിട്ട് താഴ്ന്ന് പറ്റുന്ന പോലെ മതി. 3 4 ഇനി വീണ്ടും 5 6 കഴിഞ്ഞാൽ ഇനി 3 കൊട്ടുകളാണ്. ഈ കൊട്ടെല്ലാം നമ്മുടെ കയ്യിലൊരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ബോളിനെ കവർ ചെയ്ത് മുകളിൽ നിന്ന് തുടങ്ങണം. ബോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കണത്. ആ ബോൾ ഇങ്ങനെ വെച്ച് വീണ്ടും അത്രയും വലിയ വട്ടങ്ങളാണ് വേണ്ടത്. ശരിക്കും ഒരു ഇങ്ങനെയാണ് തുടങ്ങുക നമ്മൾ. വീണ്ടും അപ്പോൾ ആദ്യത്തെ കൊട്ട് കൊട്ടുമ്പോൾ നേരെ ക്യൂ ആയിട്ടായിരിക്കും. ഓരോരുത്തർ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ടാണ് വരിക. ആദ്യം കാല് വയ്ക്കുമ്പോൾ നേരെ ക്യൂ കേട്ടോ. സെക്കൻഡ് വയ്ക്കുമ്പോൾ വിളക്കിന് നേരെ, എല്ലാവരും വിളക്കിന് നേരെ വെച്ചു. ഇതിനൊന്നും താഴണ്ട. ഒന്നുകൂടെ കാണിച്ചു തരാം. 1 2 3 ഒറ്റ സ്റ്റെപ്പിനെ താഴണ്ടു. അത് നമ്മൾ അപ്പോൾ ഈ കൊട്ടും ആദ്യത്തേന് അത്ര ഫോഴ്സ് വരുന്നില്ല, ഇതിനും വരുന്നില്ല. പക്ഷെ മൂന്നാമത്തെ കണ്ടോ, അങ്ങനെ എടുത്ത് കൊട്ടണം. മൂന്നാമത്തെ സ്റ്റെപ്പ് അത് കൊട്ടിക്കഴിഞ്ഞാൽ, അതായത് വലത്തേ കാലാവും മാറിയിട്ടാവും. 1 2 3 ഇനി ഈ വെച്ചവിട്ടിയ കാല് ഇത് തന്നെ വേണം ബാക്കിലേക്ക് വെക്കാൻ. അത് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചു. അപ്പോൾ കൈയില്ല, കൈ താഴെ ഇട്ടു. ഇത് വെച്ചു, അടുത്തതും ക്രോസ് ചെയ്ത് വെച്ചു. ഇതാണ് 11ാമത്തെ സ്റ്റെപ്പ് വരിക. ഇനി ഇതേ സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 11 അത്രയേ ഉള്ളൂ. 12 ഇല്ല. ആ 11 എത്തിയത് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഈ വരിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ 1 2 3 4 5 6 ഇതെന്താ ഫുള്ളായിട്ടില്ല സ്റ്റെപ്പ്, അതുകൊണ്ടാണ് പാട്ട് ഫുള്ളായിട്ടില്ല. അത്രയേ ഉള്ളൂ. ഇനി വരുന്നത് 1 2 അതായത് കൊട്ടുമ്പോൾ നമ്മൾ നല്ലോണം വിടർത്തിരിക്കും. ഇരുന്നിട്ട് അതേ കാല് ഈ ചവിട്ടിയ കാലിനെടുത്തിട്ട് മറ്റേ കാലിൻ്റെ നേരെയാണ് കേട്ടോ. ലെഫ്റ്റ് കാലിൻ്റെ നേരെ ജസ്റ്റ് വയ്ക്കും. ആ കാലിൻ്റെ നേരെ മുകളിലായിരിക്കും കയ്യും വരുന്നത്. അതായത് 1 2 ഇനി ചെയ്യാനുള്ളത് ഈ കൊട്ടിക്കഴിഞ്ഞാൽ ഈ കൈയില്ലേ, ഇതിനെ ആദ്യം താഴെ ഇടണം. അത് പലപ്പോഴും മറക്കും. കണ്ടോ, ഇത് പൊങ്ങുമ്പോഴേക്കും ഇതിങ്ങനെ താഴെ വരണം. ഇതിങ്ങനെ വെച്ചാൽ നല്ല ബോറായിരിക്കും. കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇതിനെ അങ്ങ് താഴെ ഇടണം. അപ്പോൾ ഒന്നുകൂടെ 1 2 3 4 ഇനി നമ്മൾ കൊട്ടുമ്പോഴല്ല താഴെ, നേരെ കൊട്ടി. കണ്ടോ ബാക്കിൽ കുത്തുമ്പോഴാണ് താഴ്ന്നത്. വ്യത്യാസം മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഇതിനല്ലേ താഴ്ന്നേ, പിന്നെ ഇതിനെ താഴുള്ളൂ. കൊട്ടുമ്പോൾ താഴാൻ പാടില്ല. ഒന്നുകൂടെ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 ഇല്ല 11 ഇത്രയായിരിക്കും. ഇത് നമുക്ക് ഇത്രയും വരെ നമുക്ക് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് നോക്കാം. ഓക്കെ, 2 പ്രാവശ്യം 2 പ്രാവശ്യം എന്നിട്ട് നിർത്താം. 3 4 തുമ്പിയാകുന്ന തൃക്കരം തന്നിൽ തുമ്പയും
തെച്ചിമലയും അൻപോടെ ചാർത്തിക്കുമ്പിടാം ഒറ്റക്കൊമ്പനാം ഗണനായക ഒറ്റക്കൊമ്പനാം ഗണനായക വൻപേറും ഗർവും വിഘ്നവും നീക്കി സന്തതം പാഹി പാഹി മാം അംബികേ നിൻപദരവിന്റെ കൈ അൻപോടെ കൂപ്പിക്കുമ്പിടാം. ഇനി ഒരു 2 വരിയും കൂടിയുള്ളൂ ഇതിന്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ എല്ലാ നാട്ടിലും കളിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ഓമനക്കുട്ടൻ്റെ. പൊതുവെ എല്ലാ സ്ഥലത്തും നേരിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അതായത് ഇങ്ങനെ തുടങ്ങും, ക്യൂ ആയിട്ട് തുടങ്ങും. അപ്പോൾ ഒന്നാമത്തെ ഇതെല്ലാവരും ഈ കൈ വട്ടത്തിനുള്ളിലായിരിക്കും. എന്നിട്ട് ഈ 2 സ്റ്റെപ്പ് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കും. 1 2 3 4 5 ഈ കൊട്ട് ഇങ്ങനെയല്ല, ഇതല്ല, അതായത് ക്രോസ് ചെയ്തിട്ട് പ്ലസ് പോലെ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇത് ലെഫ്റ്റിലേക്കും കൊട്ടും തിരിച്ചും കൊട്ടും. അതായത് നമ്മൾ കുറേ തരം കൊട്ട് കൈകൊട്ടിക്കളിയിൽ വരുന്നുണ്ട്. അതിലത്തെ ഒന്നാണിത്. അപ്പം അത്രയും കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താളം ഒന്ന് മുറുകും. അതായത് 1 2 3 താളം വരും. 1 2 3 പിന്നെ 1 2 3 ആണ് ശരിക്കും എടുക്കുക. നമ്മൾ ഒറ്റ തവണയെ കളിക്കുന്നുള്ളൂ. അതായത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോകാനേ പറ്റുള്ളൂ. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. 1 2 3 4 5 6 7 8 1 2 3. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട്, അതായത് 1 2 വരുന്നുള്ളൂ, 3 ഇല്ല. അപ്പോൾ 1 2. ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അടുത്ത ലൈൻ. അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നത്. 1 2 3 1 2. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുന്ന് എടുത്തു, ഈ കൊട്ട് കണ്ടോ, ക്രോസ് ചെയ്തിട്ടാണ് കൊട്ടുക ഇങ്ങനെ. ഈ കൊട്ടിക്കഴിഞ്ഞാൽ ഈ കൈ താഴെ ഇടാൻ മറക്കരുത്. 1 2 3 1 2 3 1 2. ഇതും ഇതേപോലെയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിർത്താൻ പാകത്തിന് അവസാനത്തെ 1 2 3 1 2 3 ഇങ്ങനെ അങ്ങ് നിൽക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഓമനക്കുട്ടൻ കളിക്കുമ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ 4 വരി കംപ്ലീറ്റ് ചെയ്താലേ ഒരു താളവട്ടം കഴിയുള്ളൂ. അപ്പോൾ അതായത് പകുതി വെച്ച് കളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും, നിർത്താൻ പറ്റാതെ. അപ്പോൾ നമ്മളിപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്തങ്ങ് തിരിഞ്ഞ് നിന്നു. ഇത്രയാണ്. മനസ്സിലായിണ്ടാവില്ലേ ഏകദേശം? അതൊന്നുകൂടി കാണിച്ചു തരാം. ആദ്യത്തെ അതായത് 1 2 3 4 ഒരേ കാലാണ്. 5 അതായത് 3 ചവിട്ടും ഒരേ കാല് വരും. ഇതാട്ടോ 1 2 കഴിഞ്ഞു. ഇനി 3 4 5 6 കഴിഞ്ഞു. ഇങ്ങനെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും നിൽക്കുക. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. മനസ്സിലായി? അതിന് ഒന്നുകൂടി നോക്കണം. 1 ഈ കൈ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരും. ഒന്നിരിക്കൂ. അത് തന്നെ. അപ്പോൾ ഇവിടേക്കായ ഫ്രെയിം ഔട്ടായി. ഇത്ര വന്ന ഫ്രെയിം ഔട്ട്. അതായത് അത് കാണിച്ചു തരാനുള്ളത് ഇങ്ങനെ. ഇത് കണ്ടോ, ഒരു വി പോലെ വരുന്നില്ലേ? ഇങ്ങനെ വരരുത്, ഇങ്ങനെ വരരുത്. ഇത് അപ്പോൾ അതെ. അതെ. ഇനി ഒന്നുകൂടി നോക്കാനുള്ളത്, ഈ ചവിട്ട് വരുമ്പോൾ ഈ കാലം ഒപ്പങ്ങ് ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞു വരും. അതായത് ഈ ചവിട്ട് നമ്മൾ ഇത് കളിക്കുമ്പോൾ ചവിട്ടുന്ന ചവിട്ട് പോലെ അല്ല. ഫുൾ വെയിറ്റും ആ റൈറ്റ് സൈഡിലെ കാലിലായിട്ട് വരും. അതായത് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ ഇരുന്നങ്ങ് പൊങ്ങി. അതായത് അവിടെ തന്നെ ഈ സ്റ്റെപ്പിൽ തന്നെ താഴും ചെയ്യും, പൊങ്ങും ചെയ്യും. എന്നിട്ട് ഇത് ചവിട്ടാവും. അപ്പോൾ ഒന്നുകൂടെ 1 2 3 4 5 6 ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതൂടെ പാട്ടിനൊപ്പം ഒന്ന് കളിച്ചു നോക്കാം.
2 സ്റ്റെപ്പേ ഉള്ളൂ. തുമ്പിയാകുന്ന തൃക്കരം തന്നിൽ തുമ്പയും തെച്ചിമലയും അൻപോടെ ചാർത്തിക്കുമ്പിടാം ഒറ്റക്കൊമ്പനാം ഗണനായക ഒറ്റക്കൊമ്പനാം ഗണനായക വൻപേറും ഗർവും വിഘ്നവും നീക്കി സന്തതം പാഹി പാഹി മാം അംബികേ നിൻ പദരവിന്റെ കൈ അൻപോടെ കൂപ്പി കുമ്പിടാം അംബികേ നിൻ പദരവിന്റെ കൈ ഓടെ കൂപ്പി കുമ്പിടാം കൈ അൻപോടെ കൂപ്പി കുമ്പിടാം കൈ അൻപോടെ കൂപ്പി കുമ്പിടാം.